നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ ദേവി, ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാകും എന്നറിയാതെ നിന്നപ്പോ എനിക്ക് തോന്നിയ ഒരു പോംവഴി. ആ വഴി ഇപ്പോ എന്നെ രാജുവിനെ മുന്നോട്ട് ഒരുമിച്ച് നടത്തുക. മനസ്സുകൊണ്ട് രാജുവിന്റെ ഭാര്യയെ തന്നെയാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. രാജുവിന്റെ ഒപ്പം. രാജുവിന്റെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി എന്റെ മനസ്സിലെ പ്രണയവും രാജുവിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹവും രാജു മനസ്സിലാക്കണേ ദേവി. തിരുമേനി, മോൾക്ക് വരുന്ന മേടമാസം കഴിഞ്ഞാ പിന്നെ 30-ാം വയസ്സിലെ മംഗല്യയോഗം ഉള്ളൂ. വിശേഷാൽ പൂജ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് തന്നെ കുട്ടിയെ കൊണ്ട് ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തിക്കൊള്ളൂ. സാധാരണ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ശയനപ്രദക്ഷിണം നടത്താറുള്ളതല്ല. പക്ഷെ ഇവിടെ ദേവിയുടെ മുന്നിൽ മനസ്സിലെ ആഗ്രഹം തുറന്നു പറഞ്ഞ് ശയനപ്രദക്ഷിണം നടത്തിയാൽ ഏത് ആഗ്രഹവും ദേവി സാധിച്ചു തരും. ധൈര്യമായി മനസ്സർപ്പിച്ച് ചെയ്തോളൂ. ശരി തിരുമേനി. തിരുമേനി, ഈ ക്ഷേത്രത്തില് ശയനപ്രദക്ഷിണം നടത്തിയ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്ത് സഫലമാകോ? കുട്ടിയുടെ ആകാംക്ഷ കണ്ടിട്ട് എന്തോ വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടെന്ന് തോന്നല്ലോ. അതെ തിരുമേനി, ഉണ്ട്. മനസ്സിലെ ആഗ്രഹം മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ട് ശയനപ്രദക്ഷിണം നടത്തിക്കൊള്ളൂ. ആഗ്രഹം എന്തായാലും എത്ര തടസ്സങ്ങൾ വന്നാലും ദേവി അത് നടത്തിത്തരും. നന്നായി പ്രാർത്ഥിച്ചോളൂ. അപ്പോഴേക്കും വന്നല്ലോ. തടസ്സങ്ങളുടെ കാര്യം തിരുമേനി പറഞ്ഞ് നാം എടുത്തതേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഞാനും രാജുവും ക്ഷേത്രത്തിൽ വന്നപ്പോ യാദൃശികമായി രമ്യയും ക്ഷേത്രത്തിൽ വന്നല്ലോ എന്ന് പറയുകയായിരുന്നു. എന്തൊരു യാദൃശികത! ഇപ്പോഴും പിന്നാലെ നടക്കുകയാണെന്ന് പറയേയില്ല. എനിക്ക് മനസ്സിലായി. രാജുവിന്റെ ഒപ്പം സന്തോഷായിട്ട് ജീവിക്കാനുള്ള ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്താനുള്ള പോക്ക അവളുടേത്. ശരിയാക്കി തരാം. അമ്മേ ദേവി, രാജുവിന്റെ മനസ്സിലെ ആശങ്കകളൊക്കെ മാറ്റി രാജുവിന് എന്നോട് സ്നേഹം തോന്നിക്കണേ. ഈ ഒരു ജന്മമല്ല, 1000 ജന്മങ്ങൾ രാജുവിന്റെ ഭാര്യയായി സന്തോഷത്തോടെ രാജുവിനോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ ദേവി. രാജുവിന്റെ ഒപ്പം എന്നും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ ദേവി. ഹൃതികേ, ശയനപ്രദക്ഷിണം പൂർത്തിയായാലല്ലേ നിന്റെ പ്രാർത്ഥനയ്ക്കും നേർച്ചയ്ക്കും ഫലം ഉണ്ടാവും. രമ്യത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.